ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മിനയിൽ താമസിക്കൽ നിർബന്ധമാണെന്നാണ്. ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മിനയിൽ താമസിക്കൽ നിർബന്ധമായ 2 ദിവസം, ഒന്ന് ദുൽഹജ്ജ് 10-നും അതുപോലെ ദുൽഹജ്ജ് 11-നും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹജ്ജിന് വേണ്ടി നമ്മൾ ദുൽഹജ്ജ് 8-നാണല്ലോ മിനായിലേക്ക് പോകുന്നത്. അന്ന് രാത്രി നമ്മൾ മിനായിൽ താമസിക്കും, പക്ഷേ അത് നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ പിന്നെ ദുൽഹജ്ജ് 9 നമ്മൾ അറഫയിൽ പോകുന്നു, അന്ന് രാത്രി നമ്മൾ നേരെ മുസ്ദലിഫയിലേക്കാണ് പോകുന്നത്. ആ രാത്രിയിലെ താമസം മുസ്ദലിഫയിലാണ്. പിന്നീട് വരുന്നത് ദുൽഹജ്ജ് 10-നും 11-നുമാണ്. ഈ ദുൽഹജ്ജ് 10, 11 രാത്രികളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിനായിൽ തന്നെ വരണം, അവിടെ താമസിക്കണം. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 10-ന് തവാഫ്, സഈ, അതുപോലെ നേരത്തെ ജംറയിൽ എറിയൽ, മുടിയെടുക്കൽ, ബലിയറക്കൽ, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് പ്രത്യേകിച്ച് തവാഫ് സയൊക്കെ ചെയ്യാൻ വേണ്ടി മക്കയിൽ പോയാൽ നല്ല ക്ഷീണം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് അവിടെ നിന്ന് വിശ്രമിച്ചാലോ അവിടെ തന്നെ കിടന്നാലോ എന്നൊക്കെ തോന്നും. അതുണ്ടാകാൻ പാടില്ല. എങ്ങനെ പിന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ തവാഫിനും സൈനൊക്കെ പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നിർവഹിക്കാൻ പോകുകയാണെങ്കിൽ തന്നെ രാത്രി തിരിച്ച് മിനായിൽ വരണം. എന്നിട്ട് മിനായിൽ രാത്രി ഈ 2 ദിവസങ്ങൾ രാത്രി മിനായിൽ കിടന്നുറങ്ങണം. അത് അതിൻ്റെ വാജിബാത്തുകൾ പെട്ടിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല.